എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഭീകരവാദവും മതപരിവർത്തനവും വീണ്ടും ഇന്ത്യയിൽ വളരുകയാണ്. വളരുന്നത് ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ അല്ല, ജയിലുകളിലാണ്. ഇതെങ്ങനെയാണ് കൃത്യമായി അങ്ങനെ ഈ പ്രതികളെ അല്ലെങ്കിൽ വിവിധ കേസുകളിൽ പ്രതിയായി ജയിലിൽ വരുന്നവരെ മതപരിവർത്തനത്തിനും ഭീകരവാദത്തിലേക്കും കടത്തിവിടാൻ ഈ അകത്താകുന്ന ഭീകരവാദികൾക്ക് കഴിയുന്നു? വളരെ ലളിതമാണ്. ക്രിമിനലുകളായിട്ട് വരുന്ന ആൾക്കാരെ ശിക്ഷ കിട്ടി ജയിലിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു പ്രത്യേക ചട്ടക്കൂടാണ്. ഒരു വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. അവരെ വളരെ പെട്ടെന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിക്കും. മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാക്കി അവരെ ഒരു മത തീവ്രവാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം, ഇത്തരം ആൾക്കാർ ഇത് സംബന്ധിച്ചിപ്പോൾ ഇത് കേരളത്തിലെ ജയിലുകളിലാണ് ഇതിൻ്റെ ഒരു വലിയ ഭീഷണി. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം തുടങ്ങിയ കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അയച്ചിരിക്കുന്നത്. ആ കത്തിന് പുറകെ വിശദമായ റിപ്പോർട്ടുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഈ അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് കോയമ്പത്തൂരിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന കാലം ഈ അബ്ദുൽ നാസർ മദനിയെ സഹായിക്കാൻ വേണ്ടി, അബ്ദുൽ നാസർ മദനിക്ക് ഒരു കാല് ബോംബ് സ്ഫോടനത്തിൽ തകർന്നു പോയി, ഒരു കാലില്ലാത്ത ആളാണ്, വെപ്പുകാല് വെച്ചാണ് അബ്ദുൽ നാസർ മദനി തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള അബ്ദുൽ നാസർ മദനിക്ക് സഹായത്തിന് ഒരാളെ നിയോഗിച്ചു. മണി എന്നൊരു ചെറുപ്പക്കാരനെയാണ് നിയോഗിച്ചത്. മണി ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ഇവിടെ ജയിലിൽ എത്തപ്പെട്ടയാളാണ്, ജയിലിലെ അന്തേവാസിയായ ആളാണ്. അങ്ങനെയുള്ള ഈ മണിയെ അബ്ദുൽ നാസർ മദനിക്ക് സഹായിയായിട്ട് നിയോഗിച്ചു. പിന്നീട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഈ മണി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ്. നമുക്കറിയാം, അബ്ദുൽ നാസർ മദനി വളരെ തീവ്രമായി പ്രസംഗിക്കുകയും വൈകാരികമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നയാളാണ്. വളരെ പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കാൻ അബ്ദുൽ നാസർ മദനിക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദനിയുടെ തീവ്രമായ പ്രസംഗത്തിൽ ആകൃഷ്ടരായി അനേകം ചെറുപ്പക്കാർ 1990കളുടെ ആദ്യ പകുതിയിൽ തീവ്രവാദത്തിലേക്ക് എടുത്തു ചാടി. 80കളുടെ അവസാന പകുതി, അതായത് ഒരു 87-88 കാലം തൊട്ട് ഈ അയോധ്യ രാമജന്മഭൂമി പ്രശ്നം അതിൻ്റെ പ്രക്ഷോഭം ആരംഭിച്ച കാലം തൊട്ട് ഈ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ അബ്ദുൽ നാസർ മദനി ഒരു വലിയ വികാരമായി കത്തിപ്പടരുന്ന കാഴ്ച കേരളം കണ്ടതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ആ വാക്ചാതുര്യത്തിലുമൊക്കെ ആകൃഷ്ടരായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ മദനി രൂപം കൊടുത്ത ISS എന്ന ഒരു തീവ്ര സംഘടനയിലേക്ക് അംഗങ്ങളായി ചേർക്കപ്പെട്ടു. പിന്നീടത് നിരോധിക്കുകയും അതിനുശേഷം അത് പിരിച്ചുവിടുകയും PDP എന്നൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അത് രൂപം കൊള്ളുകയൊക്കെ ചെയ്തു. അന്ന് ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിന് ശേഷം പിന്നെ നമ്മൾ കേൾക്കുന്നത് അത്തരത്തിലുള്ള നിരവധി ചെറുതും വലുതുമായ സ്ഫോടനങ്ങളും സംഭവങ്ങളും ഒക്കെ കേരളത്തിലടക്കം അരങ്ങേറി, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ. അതിലെല്ലാം ഒരു പേര് ഉയർന്നു കേട്ടത് തടിയൻ്റെവിടെ നസീർ എന്നൊരാളുടെ പേരാണ് ഉയർന്നു കേട്ടത്. ഒരു കണ്ണൂർ സ്വദേശിയാണ്. ഈ കണ്ണൂർ ടൗണിനടുത്ത് തന്നെയുള്ള ന്യൂ ബസാർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലത്തിനടുത്താണ്, അവിടെയാണ് ഈ തടിയൻ്റെവിടെ നസീറിൻ്റെ കുടുംബവും ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. വളരെ തീവ്ര ചിന്താഗതിയുള്ള ഒരാളാണ് തടിയൻ്റെവിടെ നസീർ. ഈ തടിയൻ്റെവിടെ നസീർ പിന്നീട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. തടിയൻ്റെവിടെ നസീർ പാക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ എന്നാണ് കരുതുന്നത്. അങ്ങനെ അതാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇവിടെ കൊണ്ടുവന്നു. പല കേസുകളിലായിട്ട് വിചാരണ നടക്കുകയാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതുപോലെ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ്, അതുപോലെ ബാംഗ്ലൂർ സ്ഫോടന കേസ് തുടങ്ങിയ നിരവധി കേസുകളിൽ ചിലതിലൊക്കെ ശിക്ഷിക്കപ്പെട്ടു, ചിലതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തടിയൻ്റെവിടെ നസീറിനെ ജയിലിൽ പോയി കണ്ട ഒരാൾ, ഒരു സ്ത്രീ, അവർ പർദ്ദയൊക്കെ ഇട്ട് വന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. അവർ ജയിലിൽ വെച്ച് കാണാൻ വന്ന അവസരത്തിൽ ഈ തടിയൻ്റെവിടെ നസീറിനൊരു സിമ്മ് കൈമാറി എന്ന കുറ്റത്തിന് പിടിക്കപ്പെട്ടു. ഇവർ പൂർവ്വകാലത്തൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ദീപ ചെറിയാൻ എന്തോ ആണ് അവരുടെ പേര്. അങ്ങനെ ആയിരുന്ന ഒരു കുടുംബിനിയായൊരു സ്ത്രീയാണ്. ഒരു വീട്ടിൽ ജീപ്പ് ഓടിക്കാൻ വന്ന
മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് അവർ അടുപ്പത്തിലാകുകയും ഈ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചവർ അയാളോടൊപ്പം പോവുകയും ചെയ്തു. പിന്നീട് അവരെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഈ സ്ത്രീ തടിയൻ്റെവിടെ നസീറിന് സിമ്മ് കൊടുക്കാൻ പോയി അവിടെ വച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ അറിയുന്നത്. അവരെ പിന്നീട് കോടതി ശിക്ഷിച്ചു. ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പരിവർത്തനത്തിന് ഇരയാകുന്ന 50%-ലധികം പേരും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കാണല്ലോ പോകുന്നത്. നാം കണ്ടിട്ടുണ്ട് അഫ്ഗാൻ ജയിലിൽ ഇപ്പോഴുള്ള ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ അധികം പേരും ഇത്തരം മതപരിവർത്തനത്തിന് ഇരയായവരാണ്. ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആണോ, സ്ത്രീകളാണ്. അവരെ മതപരിവർത്തനത്തിന് ഇരയാക്കിയാണ് അല്ലെ ആടുമേയ്ക്കാനും മറ്റുള്ളവരെ കൊല്ലാനും ഇടുന്നത്. അതെ, അവരെ മറ്റുള്ളവരെ ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ ഈ ഭീകര റിക്രൂട്ട്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിൽ മതം മാറി വരുന്ന ആൾക്കാരെ ഉപയോഗിച്ചാണ്. ഇവിടെ ഇതൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഈ പറഞ്ഞതുപോലെ തടിയൻ്റെവിടെ നസീറുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പല ആൾക്കാരെയും, ആ തടിയൻ്റെവിടെ നസീറിനോട് സഹകരിക്കുന്ന ആൾക്കാർ പലരെയും അയാൾ കൺവെർട്ട് ചെയ്തിരിക്കുന്നു. കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് നമുക്കറിയാം. ബാംഗ്ലൂർ സ്ഫോടനം നടത്തി അത് വിജയിക്കാതായപ്പോൾ ഈ ബോംബുണ്ടാക്കുന്നതിന് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് ത്വരീഖത്ത് പഠനം പൂർത്തിയാക്കിയ ഒരു 4 ചെറുപ്പക്കാരെ ഇവിടെ നിന്ന് കാശ്മീർ വഴി പാകിസ്ഥാനിലേക്ക് അയക്കാൻ ശ്രമിച്ചത്. അവർ 4 പേരും വെടികൊണ്ട് മരിച്ചത് നമുക്കറിയാം. അതിൽ ഒരാൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. ആ പോയ 4 ചെറുപ്പക്കാരും പറയുന്ന പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അവരൊന്നും സാധാരണ ആൾക്കാരല്ല. ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അവരെ കൊച്ചിയിലെ ഒരു വലിയ ഗുണ്ട, തമ്മനം ഷാജി എന്നറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ എന്താ പറയുക, ഗുണ്ട ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ പലരും. അവരെയാണ് ഇതുപോലെ റിക്രൂട്ട് ചെയ്ത് ഭീകര പരിശീലനത്തിന് അയച്ചത്. പക്ഷെ അവർ സൈന്യത്തിൻ്റെ വെടികൊണ്ട് മരിച്ചു. ഇവിടെ പണമാണോ ഇത്? അല്ല, പണം മാത്രമല്ല, ഈ ജയിലിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. ഇവർക്ക് അടുത്തിടപഴകാനും സംസാരിക്കാനും ധാരാളം സമയം കിട്ടുന്നു. ഒപ്പം ഈ തടിയൻ്റെവിടെ നസീറിനെ പോലെയുള്ള ആൾക്കാരുടെ പിണിയാളുകൾ ജയിലിന് പുറത്തുണ്ട്. അവർ ഇവരുടെ കുടുംബത്തിനും ഇവർ ഭീകരപ്രവർത്തനം ചെയ്യുമ്പോഴാണ് ഇവരെ ജയിലിലാക്കുന്നത്. എന്നിട്ട് അവരൊരു പരിവർത്തനത്തിന് തയ്യാറല്ല. അവർ ഭീകരവാദികൾ തന്നെയാണ്. അവരാണ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ ജയിലിലേക്ക് വരുന്നവരെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നത്. വേറെ ചിന്തയില്ല. മതം തിന്ന് ജീവിച്ച് തീവ്രവാദം വളർത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന വിഭാഗമാണ് ഇത്തരം ആൾക്കാർ. നമുക്ക് ഒരു കാര്യം കൂടി അതിനകത്ത് എടുത്തു പറയണം. ഈ ജയിലിൽ പോകുന്ന പല ആൾക്കാരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റു പല കേസുകളും, നമ്മുടെ ഇസ്രത് ജഹാൻ കേസുണ്ടല്ലോ, അത് പ്രാണേഷ് കുമാർ, ഇസ്രത് ജഹാൻ, ആ കേസിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ സമയം അത്ര നമുക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് കടക്കുന്നില്ല. ഈ പ്രാണേഷ് കുമാർ പൂനെയിൽ ഒരു കുറ്റകൃത്യത്തിലകപ്പെട്ട് ജയിലിലായി. അവിടെ വെച്ചാണ് പ്രാണേഷ് കുമാറിനെ ഈ ഭീകരവാദ ലഷ്കർ ഇ തോയ്ബയുടെ ആൾക്കാർ അവിടെ ആ ജയിലിൽ വിചാരണ തടവുകാരായിട്ട് കഴിഞ്ഞിരുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ആൾക്കാർ ഈ പ്രാണേഷ് കുമാറിനെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, മതം പഠിപ്പിച്ച് മതം മാറ്റി കൊണ്ടുപോകുന്നു. ഇതൊക്കെ അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം മലയാള പത്രങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് വന്ന വാർത്തയാണ്. ഞാനിപ്പോൾ അധികം വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അപ്പോൾ വളരെ പെട്ടെന്ന് അവരെ വശത്താക്കാൻ സാധിക്കും. ഈ തടിയൻ്റെവിടെ നസീറിനെ പോലെയുള്ള ആൾക്കാരുടെ പിണിയാളുകൾ ജയിലിന് പുറത്തുണ്ട്. അവർ വഴി ഇവരുടെ കുടുംബത്തിലേക്കും മറ്റും പണം എത്തിക്കും. അങ്ങനെയാണ് ഇവർ ചെറിയ ശിക്ഷകളൊക്കെ കഴിഞ്ഞ്, ചെറിയ മോഷണ കുറ്റം, അതുപോലെ പിടിച്ചുപറി, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ പെട്ട് ജയിലിൽ ചെല്ലുന്നവരാണ് ഇതുപോലെ മാറി വരുന്നത്. ഇങ്ങനെ അവർ പുറത്തിറങ്ങുമ്പോൾ നേരെ ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നെ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു, ഭീകരവാദത്തിലേക്ക് പോകുന്നു, ഭീകര പരിശീലനം നേടുന്നു, രാജ്യത്ത് അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കേരളത്തിലെ ജയിലുകളിൽ വളരെ ആഴത്തിൽ നടക്കുന്നു, വളരെ വ്യാപകമായി നടക്കുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ജയിലെന്ന് പറയുന്നത് ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. കുറ്റവാളിയെ കുറ്റവാസന ഇല്ലാതാക്കി ഒരു സാധാരണ മനുഷ്യനാക്കി പുറത്തുവിടേണ്ട രീതിയിലാണ് ജയിലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുന്ന ഈ കുറ്റവാളികൾ, ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തവർ
കൊടും കുറ്റവാളികളായി രാജ്യദ്രോഹം പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു വാസനയുമായിട്ട് അറിവുമായിട്ട് ഒക്കെ പുറത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് വളരെ ഗൗരവത്തിലെടുക്കണം. തീർച്ചയായിട്ടും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇത് അമർച്ച ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം.